ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനമാണ് മേഘാലയ. ഏതാണ്? മേഘാലയയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ. കേരളത്തിലെ ആദ്യ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് ആലപ്പുഴ ബൈപ്പാസ്. ആലപ്പുഴ ബൈപ്പാസ് 2025 പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനമാണ് MiG-21. ഏതാണ്? MiG-21 ആണ് 2025 പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനം. അടുത്തത്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകപ്പെട്ട പേരാണ് ഓപ്പറേഷൻ ലൈഫ്. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ വിവിധ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതിനെല്ലാം കൂടി ഒരു പേര് കൊടുത്തു. അതാണ് ഓപ്പറേഷൻ ലൈഫ് എന്ന് പറയുന്നത്. ഗുണ്ടകളെയും സമൂഹവിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. ഗുണ്ടകളെയും സമൂഹവിരുദ്ധരെയും പിടികൂടാൻ പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക പരിശോധനയാണ് ഓപ്പറേഷൻ ആഗ്. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നത് തലശ്ശേരിയിലാണ്. ഇ സ്പോർട്സ് കേന്ദ്രം. സംസ്ഥാനത്തെ ആദ്യ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്നത് തലശ്ശേരിയിലാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, ക്ഷേത്ര പരിസരവും കുളങ്ങളും കാവുകളും പരിപാലിച്ച് ഹരിതാപമാക്കാൻ ദേവസ്വം വകുപ്പിന്റെ പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം. ഏതാണ്? ദേവാങ്കണം ചാരുഹരിതം. ക്ഷേത്ര പരിസരവും കുളങ്ങളും കാവുകളും പരിപാലിച്ച് ഹരിതാപമാക്കാനുള്ള ദേവസ്വം വകുപ്പിന്റെ പദ്ധതിയാണ് ദേവാങ്കണം ചാരുഹരിതം. മൈക്രോസോഫ്റ്റുമായി ചേർന്ന് മെറ്റ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ട് അറിയപ്പെടുന്ന പേരാണ് ലാമ 2. ആരാണ് പുറത്തിറക്കിയെന്ന് ഓർത്തിരിക്കുക. മെറ്റയാണ്. മെറ്റ മൈക്രോസോഫ്റ്റുമായി ചേർന്ന് മെറ്റ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ലാമ 2 എന്ന് പറയുന്നത്. അടുത്തത്, സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പാലത്തിന്റെ പേര് ഓർത്തിരിക്കുക. സിയോം പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. അടുത്തത്, അടുക്കളക്കാര്യം മുതൽ പ്രസവ ശുശ്രൂഷ വരെ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ സേവനത്തിനെത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ക്വിക്ക് സർവ്. ക്വിക്ക് സർവ് എന്നാണ് പദ്ധതിയുടെ പേര്. അടുക്കളക്കാര്യം മുതൽ പ്രസവ ശുശ്രൂഷ വരെ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച കുടുംബശ്രീ അംഗങ്ങളെ സേവനത്തിനിട്ട് എത്തിക്കുന്ന ഒരു കുടുംബശ്രീയുടെ പദ്ധതിയാണ് ക്വിക്ക് സർവ് എന്ന് പറയുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദ ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി IGBC ആരംഭിച്ച സർട്ടിഫിക്കേഷൻ സംവിധാനമാണ് നെസ്റ്റ്. പരിസ്ഥിതി സൗഹാർദ്ദ ഭവന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി IGBC ആരംഭിച്ച സർട്ടിഫിക്കേഷൻ സംവിധാനമാണ് നെസ്റ്റ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ലൈസൻസ് ഡ്രൈവാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ കണ്ടെത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ ലൈസൻസ് ഡ്രൈവ് അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അപ്പോൾ ഫോസ്കോസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. അടുത്തത്, 2024 ICC T20 പുരുഷ ലോകകപ്പ് ജേതാക്കളാണ് ഇന്ത്യ. 2024 ICC T20 പുരുഷ ലോകകപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. അപ്പോൾ 2020 പുരുഷ ലോകകപ്പ് ജേതാക്കൾ 2024 ഇന്ത്യയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, അനധികൃത നിക്ഷേപ തട്ടിപ്പുകാരുടെ സ്വത്ത് മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും ജപ്തി ചെയ്യാനും പോലീസിന് അധികാരം നൽകുന്ന നിയമമാണ് ബഡ്സ് നിയമം. അനധികൃത നിക്ഷേപ തട്ടിപ്പുകാരുടെ സ്വത്ത് മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും ജപ്തി ചെയ്യാനും പോലീസിന് അധികാരം നൽകുന്ന നിയമം അറിയപ്പെടുന്ന പേരാണ് ബഡ്സ് നിയമം. ബഡ്സ് കേട്ടോ, ബഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. 2024 ജനുവരിയിൽ റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. ഇപ്പോൾ ജപ്പാനിലെ ഭൂകമ്പ തീവ്രത ഓർത്തിരിക്കുക. 7.6 ആണ്. അപ്പോൾ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അടുത്തത്, 2024 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട റെമാൽ എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമാണ് ഒമാൻ. ഓർത്തിരിക്കുക, റെമാൽ എന്ന ചുഴലിക്കാറ്റ് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത്. പേര് നൽകിയത് ഒമാനാണ്. അപ്പോൾ റെമാൽ
ബംഗാൾ ഉൾക്കടൽ പേര് നൽകിയത് ഒമാനാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനായി വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടലാണ് യുവിൻ പോർട്ടൽ. അപ്പോൾ ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആഡ് ആക്കിയത്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിനായി വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടലാണ് യുവിൻ. അടുത്തത്, 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. അപ്പോൾ കേരളത്തിൽ ഏത് ജില്ലയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്താണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്ന് അറിയപ്പെടുന്ന പേരാണ് മിൽറ്റിഫോസിൻ. ഇപ്പോൾ മിൽറ്റിഫോസിൻ എന്ന് പറയുന്ന മരുന്ന് ഏത് രോഗത്തിനെതിരെയാണെന്ന് ചോദിച്ചാൽ അത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് എതിരെയുള്ളതാണ്. ലാസ്റ്റത്തേത്, 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. അപ്പോൾ അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ ഇന്ത്യ നടത്തിയ അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നൽകിയ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കറണ്ട് അഫെയർ സെക്ഷൻ എന്ന് പറയുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 20 പഠിക്കുക, വീണ്ടും കേട്ട് പഠിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക. അപ്പോൾ നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.